ടി.എൻ. പ്രതാപനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വി.എ. ഫിറോസ്. വാടാനപ്പള്ളിയിലെ കിറ്റ് വിതരണം ടി.എൻ. പ്രതാപന്റെ നാടകമാണെന്നും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ ടി.എൻ. പ്രതാപൻ കോടികളുടെ ഇടപെടൽ നടത്തിയെന്നും ആരോപണം. മണലൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് പിടിക്കാൻ കോടികൾ ചെലവാക്കിയെന്നും വി.എ. ഫിറോസ് പറഞ്ഞു. നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു വാടാനപ്പള്ളിയിലെ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട വിഷയം. BJP കിറ്റ് വിതരണം ചെയ്തു. അവിടേക്ക് ടി.എൻ. പ്രതാപൻ ഓടിയെത്തുന്നു, പോലീസുമായി കയർക്കുന്നു, BJPക്കെതിരെ വലിയ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ ഇന്നലെയാണ് അറിഞ്ഞത്. പക്ഷെ ഞങ്ങൾ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അറിഞ്ഞു ആ പ്ലാൻ ചെയ്യുന്ന പരിപാടി BJPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവുമായിട്ട് പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയതാണ് ഈ കിറ്റ് വിതരണം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിപ്പിക്കുന്നതിന് വേണ്ടി ടി.എൻ. പ്രതാപൻ നടത്തിയ ഇടപെടൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യം മനസ്സിലായിരുന്നു. നിസ്സാര ഇടപാടല്ല നടത്തിയത്, കോടി രൂപയുടെ ഇടപാടാണ് നടത്തിയത്. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഞാൻ ഇപ്പോഴും നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. 8 കോടി രൂപയാണ് നാട്ടികയിലും മടവൂരിലും വിതരണത്തിന് വേണ്ടി സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് BJPയുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റി ടി.എൻ. പ്രതാപൻ വിതരണം ചെയ്ത്. ആർക്കാണ് വിതരണം ചെയ്ത് നിങ്ങൾക്കറിയുമോ? കോൺഗ്രസിൽ ടി.എൻ. പ്രതാപനൊപ്പം നിൽക്കുന്ന മണ്ഡലം പ്രസിഡന്റുമാർ, ടി.എൻ. പ്രതാപനൊപ്പം നിൽക്കുന്ന DCC ഭാരവാഹികൾ, ടി.എൻ. പ്രതാപനൊപ്പം നിൽക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, KPCC മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൃത്യമായി പണം കൊടുത്ത് അത് എല്ലാ മണ്ഡലങ്ങളിലും ബൂത്ത് തലം വരെ ചെയ്ത് എന്തിനറിയാം? വോട്ട് ചെയ്യുന്നതിന് വേണ്ടി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സാരംഗ്, ഏതായാലും പ്രതാപൻ പെട്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതാപനെ ഒഴിവാക്കിയാണ് അവിടെ മുരളീധരൻ മത്സരിച്ചത്. 84,000 വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചു. കോൺഗ്രസിന്റെ 84,000 വോട്ട് എങ്ങനെ പോയി, എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം സുരേഷ് ഗോപിക്ക് ലഭിച്ച അധികം 84,000 വോട്ടുകൾ തന്നെയായിരുന്നു. ഇവിടെ ഈ വാടാനപ്പള്ളിയിലെ ഈ നേതാവ്, കോൺഗ്രസ് നേതാവ് ഉന്നയിക്കുന്നത് കൃത്യമായി കണ്ണുകൊണ്ട് കണ്ടതാണ്. കഴിഞ്ഞ ദിവസം വാടാനപ്പള്ളിയിൽ നടന്ന നാടകം, കിറ്റ് വിതരണം അടക്കം പ്രതാപൻ ഈ കോൺഗ്രസിന്റെ വോട്ട് മറിച്ചു വിറ്റു എന്നുള്ള വലിയ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. 2 കാര്യങ്ങളാണ് ഇതിലൂടെ വെളിവാകുന്നത്. ഒന്ന്, ഡീൽ ആരൊക്കെ തമ്മിലാണ് നടത്തുന്നത്? കോൺഗ്രസും BJPയും തമ്മിൽ കാലങ്ങളായി നടത്തിയ ഡീലിന്റെ ഏറ്റവും അടുത്തുള്ള ഉദാഹരണമായിരിക്കുന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം. എന്താണ് ഈ കോൺഗ്രസ് നേതാവ് ഇപ്പോൾ പറയുന്നത്? പ്രതാപൻ എങ്ങനെയൊക്കെയാണ് ഇടപെട്ടത്? എത്ര വോട്ടാണ് മറിച്ചത്? ഈ വാടാനപ്പള്ളിയുള്ള കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് ഇടപെടലാണ് ഇപ്പോൾ പ്രതാപൻ നടത്തിയത്? സിജു, ജില്ലയിലെ കോൺഗ്രസ് നേതാവും അതോടൊപ്പം തന്നെ മണലൂരിലെ UDF സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ടി.എൻ. പ്രതാപനെതിരെയാണ് ഈ കോൺഗ്രസ് നേതാവ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റായിട്ടുള്ള വി.എ. ഫിറോസ് ആണ് ഇത്തരത്തിലൊരു ഗുരുതര ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഈ വാടാനപ്പള്ളിയിലെ കിറ്റ് വിതരണം BJPയുടെ ഒരു പ്രമുഖ നേതാവ് അറിഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ ടി.എൻ. പ്രതാപനും അറിഞ്ഞുകൊണ്ടുള്ള ഒരു നാടകമായിരുന്നു എന്നുള്ളതാണ് ഈ കോൺഗ്രസ് നേതാവ് പറയുന്നത്. ആ BJP നേതാവിൻ്റെ പേരെന്തായാലും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടതാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ K. മുരളീധരനെ തോൽപ്പിച്ചുകൊണ്ട് BJPയുടെ സുരേഷ് ഗോപി വിജയിച്ചത് വലിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. ഏതാണ്ട് 80,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകിയത് ടി.എൻ. പ്രതാപനാണെന്നുള്ള ഗുരുതര ആരോപണമാണ് ഈ കോൺഗ്രസ് നേതാവ് ഉന്നയിച്ചിട്ടുള്ളത്. അത് BJPയിൽ നിന്ന് 8 കോടി രൂപ കൈപ്പറ്റിയതിനു ശേഷം മണലൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് വോട്ട് മറിക്കുന്നതിന് വേണ്ടി ടി.എൻ. പ്രതാപൻ ഇടപെട്ടു എന്നുള്ളതാണ്. അതാണ് ഇത്തരത്തിൽ K. മുരളീധരൻ്റെ തോൽവിയിലേക്കും സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്കും നയിച്ചിട്ടുള്ള ഒരു കാര്യമെന്നാണ് ഈ നേതാവ് ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ടി.എൻ. പ്രതാപൻ ഈ ജില്ല കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള ഇടപാടുകളാണ്, സ്വത്ത് ഇടപാടുകളാണ് നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഈ സ്വത്ത് ഇടപാടുകളൊക്കെ തന്നെയും നടത്തുന്നത് ടി.എൻ. പ്രതാപൻ്റെ സഹോദരൻ്റെ മകൻ്റെ ബാങ്ക് അക്കൗണ്ടിലൂടെയും അല്ലെങ്കിൽ അങ്ങനെ ബന്ധപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെയും, അതായത് ഈ പണം കൈമാറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കോൺഗ്രസ് പ്രവർത്തകൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണെന്നും അദ്ദേഹം തൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. എന്തായാലും ഈ ടി.എൻ. പ്രതാപനെ കേന്ദ്രീകരിച്ച് വലിയ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളാണ് ജില്ലയിലെ തകർക്കുന്നത്. അല്ലെങ്കിൽ ഫിറോസ് എന്ന് പറയുന്ന നേതാവ് പറഞ്ഞതിൽ അല്പം കൂടി നമുക്ക് വ്യക്തത വരുത്താം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത്
ടി.എൻ. പ്രതാപൻ 8 കോടി വാങ്ങി, അതല്ലേ ശരി? 8 കോടി വാങ്ങി മണലൂർ മണ്ഡലത്തിലെ വോട്ട് മറിച്ചു. രണ്ട് കാര്യങ്ങളാണ്. പ്രതാപൻ മാത്രമല്ല, മറ്റ് ചില കോൺഗ്രസ് നേതാക്കൾ കൂടി വോട്ട് മറിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചത്. ഏതായാലും പ്രതാപൻ 8 കോടി കിട്ടി. അതുതന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം, അല്ലേ? തീർച്ചയായിട്ടും സിജു, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPയുടെ കയ്യിൽ നിന്ന് 8 കോടി രൂപ പ്രതാപൻ വാങ്ങിയെന്നും അതോടൊപ്പം തന്നെ മണലൂർ കേന്ദ്രീകരിച്ച് വോട്ട് മറയ്ക്കുന്നതിന് വേണ്ടി BJPക്ക് വേണ്ടി വോട്ട് മറക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 8 കോടിയിൽ നിന്ന് അവിടുത്തെ പ്രാദേശിക നേതാക്കളായിട്ടുള്ള, അതായത് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രാദേശിക നേതാക്കൾക്ക് ഈ പണം കൈമാറിയെന്നും അങ്ങനെയാണ് ഇത്തരത്തിൽ ഈ വോട്ട് മറിച്ചതെന്നും ഉള്ള കാര്യം കൂടി അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ടി.എൻ. പ്രതാപൻ എന്ന് പറയുന്ന വ്യക്തി BJPയുമായി വളരെ കാലങ്ങളായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ്. അദ്ദേഹം രാവിലെ കോൺഗ്രസ്കാരനാണെങ്കിൽ രാത്രി BJPക്കാരനാണെന്നാണ് ഈ കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുള്ളത്. അതായത് BJPക്ക് വേണ്ടി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന വ്യക്തിയാണ് ടി.എൻ. പ്രതാപൻ. അത് പണം വാങ്ങിക്കൊണ്ട്, കോടികൾ വാങ്ങിയിട്ടാണ് ഇത്തരത്തിൽ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഈ കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം തന്നെ, അതായത് ഈ പണമിടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. സാമ്പത്തിക ഇടപാടുകളും ടി.എൻ. പ്രതാപന്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ ജില്ല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതായത് ഈ ടി.എൻ. പ്രതാപൻ യാതൊരു വിധത്തിലും പറഞ്ഞ വാക്ക് പാലിക്കാത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് മാറുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ പണം മേടിച്ച് പലതരത്തിൽ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെയും അട്ടിമറിക്കുന്നതിന് പിന്നിൽ ടി.എൻ. പ്രതാപൻ ജില്ലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഈ VK ഫിറോസ് സൂചിപ്പിച്ചിട്ടുള്ളത്. സാരംഗ്, ഇപ്പോൾ ഈ വാടാനപ്പള്ളിയിലെ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിൽ ഇടപെടാൻ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും BJPയിൽ നിന്ന് പണം വന്നിട്ടുണ്ടോ ടി.എൻ. പ്രതാപൻ? എന്താണ് ഈ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് ഫിറോസ് പറഞ്ഞ കാര്യങ്ങൾ? നിലവിൽ അതൊരു ഡീലിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്ക് വലിയ ബന്ധമില്ലെന്നും, എന്നാൽ അതോടൊപ്പം തന്നെ ഒരു പ്രമുഖനായ നേതാവിൻ്റെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലൊരു ഡീൽ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ, മാധ്യമങ്ങളെയും അതുപോലെ തന്നെ പ്രദേശത്തെ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കൽ നടന്നിട്ടുള്ളത്